ഹായ്. ജാതിക്കയുടെ തോട് കൊണ്ട് നമുക്കൊന്ന് അച്ചാറിട്ട് നോക്കാം. എങ്ങനെ അച്ചാറിടാൻ നോക്കാം. അതിനായിട്ട് ഞാൻ ജാതിക്കയുടെ കുരു അതിനകത്തുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതാ അതിൻ്റെ തോട്. ഇത് നൈസാക്കി അരിഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ തോടിൻ്റെ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. തൊലി കളഞ്ഞെടുക്കാവുന്നവർക്ക് അങ്ങനെ എടുക്കാം. ഞാൻ തൊലിയൊന്നും കളയാതെ നൈസാക്കി അരിഞ്ഞ് വെക്കുകയാണ് ചെയ്തത്. നല്ല പോലെ നൈസാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളി കീറി എടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ഇഞ്ചി അരിഞ്ഞതും കറിവേപ്പിലയും അതുപോലെ കായത്തിൻ്റെ പൊടി ഇത്രയാണ് യൂസ് ചെയ്യുന്നത്. മൺചട്ടിയിലാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചട്ടി ചൂടായപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയ്ക്ക് പകരം നല്ലെണ്ണ ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിലേക്ക് വെളിച്ചെണ്ണ ചൂടായപ്പോൾ കുറച്ച് കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ ഈ വെളുത്തുള്ളി കീറിയില്ലേ അതിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഇഞ്ചി അരിഞ്ഞതും കൂടെ ഇട്ടിട്ട് അതും കുറച്ചൊന്നിങ്ങനെ വാട്ടി കൊടുത്തു. അതിലേക്ക് നമ്മുടെ ജാതിക്ക കഴുകി വെച്ചത് ഇട്ടിട്ട് നല്ലപോലെ വാട്ടിയെടുത്തിട്ടുണ്ട്. നല്ലപോലെ എല്ലായിടത്തും ആക്കത്തക്കോണം ഇളക്കി വാട്ടി കുറച്ചൊന്ന് അടച്ച് വെച്ചിട്ടോ ഒരു 5 മിനിറ്റോളം അടച്ച് വെച്ചതിന് ശേഷം പിന്നെയും തുറന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തു. പിന്നെ അതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ്, അതുപോലെ ഒരു 1.5 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ 1.5 ടീസ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ എല്ലായിടത്തും ആവത്തക്ക വിധം തന്നെ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തും ആയി. അതിന് ശേഷം ഞാൻ കായപ്പൊടിയാണ് ഇട്ടേക്കുന്നത്. കായപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ആ കായ ഉണ്ടല്ലോ, കായ ഇങ്ങനെ പൊടിച്ചിട്ട് അതും ചേർക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ കായത്തിൻ്റെ പൊടി ചേർത്തതിന് ശേഷം വിനാഗിരി സുർക്ക അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ നേരത്തെ നമുക്ക് ഉപ്പൊക്കെ പാകമാണോ എന്നൊക്കെ നോക്കാം. പിന്നെ സുർക്ക പോരെങ്കിൽ അതും കുറച്ചുകൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ തീ ഓഫ് ചെയ്ത് എല്ലായിടത്തും നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ ഉപയോഗിച്ച് തുടങ്ങാവൂ കേട്ടോ. ഒരു മാങ്ങയുടെ അച്ചാറിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ട്. ഓക്കെ.